എന്താണ് ഓവർസീസ്? നേരത്തെ നമ്മൾ പറഞ്ഞു പുറത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ കാണുമ്പോൾ ആ പേയ്മെന്റ് ആരാ നമുക്ക് തരുന്നത്? ആ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പോൾ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ നിന്ന് മൊത്തം ഓവർസീസ് എടുത്തതിന് ശേഷം അതിലും GCC റെസ്റ്റ് ഓഫ് GCC എന്നുണ്ട്. കാരണം കൂടുതൽ മലയാളികളും GCCയിലായതുകൊണ്ട് GCCക്ക് ഒരു റേറ്റും റെസ്റ്റ് ഓഫ് GCCക്ക് ഒരു റേറ്റും ഉണ്ട്. പിന്നെ ഓരോ ഏരിയയ്ക്കും റേറ്റ് ഉണ്ട്. ഇപ്പം ഇംഗ്ലണ്ട്, യൂറോപ്പ്, US, ഓസ്ട്രേലിയ, അങ്ങനെ ഈവൻ ന്യൂസിലാൻഡ്, എല്ലാത്തിനും സെപ്പറേറ്റ് പ്രൈസ് ഉണ്ട്. നമുക്കത് ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി മൊത്തമായിട്ട് എടുത്തിട്ട് അവർ ബ്രേക്ക് ചെയ്തിട്ടത്. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എന്താ ശരിക്കും? അപ്പോൾ ഈ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ അന്വേഷിച്ച് വരുമോ, അതോ നമ്മൾ അവരെ അറിയിക്കണം നമ്മൾ ഇങ്ങനെ ഒരു സിനിമ റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ അവർ സിനിമ കാണും? അത് സെയിം ഫോർ ഇത് ഓവർസീസ് ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും OTT ആണെങ്കിലും അവർ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു സെല്ലബിൾ പ്രോജക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിന് ഇപ്പോൾ പോലും എൻക്വയറീസ് ഉണ്ട്. അതായത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഡിമാൻഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാവാൻ പോകുന്ന ഡിമാൻഡ് അനുസരിച്ചിട്ട് എൻക്വയറീസ് മുന്നുണ്ടാവാം. എനിക്ക് മനസ്സിലാക്കാം, അവരും റൺ ചെയ്യുന്നത് ബിസിനസ് ആണല്ലോ, അപ്പോൾ അവർക്കും വിൽക്കാൻ നല്ല സാധനം വേണം. അപ്പോൾ അവരും അത് തേടി എന്തായാലും പോകുന്നുണ്ടാകും.